തിരിക്കുകയാണ്. ആദ്യം ഫാദർ ഫിലിപ്പ് കവീൽ, ഇന്നലെ നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുത്തതാണ്, പ്രൈം ഡിബേറ്റിൽ താങ്കൾ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ സജി ചെറിയാൻ ഈ പ്രസ്താവന തിരുത്തിയപ്പോഴും താങ്കൾ പ്രൈം ഡിബേറ്റിൽ ചേർന്നിരിക്കുകയാണ്. സ്വാഗതം ചെയ്യുകയാണോ സജി ചെറിയാൻ നടത്തിയിരിക്കുന്ന തിരുത്തലിനെ? തീർച്ചയായും സജി ചെറിയാൻ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാൻ അദ്ദേഹം പറഞ്ഞത് തിരുത്താൻ തയ്യാറായത് തികച്ചും സ്വാഗതാർഹമാണ്. നമ്മൾ ഇന്നലെ ആവശ്യപ്പെട്ടതും അത് തന്നെയായിരുന്നു. അദ്ദേഹം ക്രൈസ്തവരെ അവഹേളിച്ച് പറഞ്ഞ വാക്കുകൾ പിൻവലിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും ഒരു ചെറിയ പ്രശ്നം വരുന്നത്, ഞാൻ അദ്ദേഹം പറഞ്ഞ ആ പ്രസ്താവന മുഴുവൻ കേട്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ മനോഭാവങ്ങൾക്കൊന്നും മാറ്റമില്ല, 2 വാക്കുകളാണ് അദ്ദേഹം മാറ്റുന്നത് എന്നാണ് പറഞ്ഞത്. അതായത് കേക്കും വീഞ്ഞും. സത്യത്തിൽ വീഞ്ഞ് എന്ന പദം അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല ഞാൻ കേട്ടതനുസരിച്ച്. മുന്തിരിച്ചാറിന് മുന്തിരി മാറ്റുന്ന കാര്യമൊക്കെ പറഞ്ഞത്. എന്തെങ്കിലും ആകട്ടെ, അദ്ദേഹം എന്ന് പറയുന്നത് സ്വാഗതാർഹമാണ്. അതാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. നമുക്ക് ആർക്കും തെറ്റ് സംഭവിക്കാം, ആ തെറ്റ് തിരുത്തുന്നത് എപ്പോഴും സ്വാഗതാർഹമാണ്. പക്ഷേ നമ്മൾ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നമ്മൾ ഇന്നലെ പറഞ്ഞത്, ഞാൻ ഇന്നലത്തെ ഡിബേറ്റിൽ പ്രധാനമായിട്ടും ആവശ്യപ്പെട്ട കാര്യം ക്രൈസ്തവരുടെയും സാധാരണക്കാരുടെയും കർഷകരുടെയും വിഷയങ്ങൾ ഈ സമൂഹത്തിൽ അഡ്രസ് ചെയ്യപ്പെടണം. അതായിരുന്നു എൻ്റെ പ്രധാന ലക്ഷ്യവും ആവശ്യവും. ആ കാര്യത്തില് കൂടുതൽ പുരോഗതി ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ അതേ സമയത്ത് തന്നെ മന്ത്രി പറയുകയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത്, ക്രൈസ്തവ പുരോഹിതർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുമ്പോൾ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത സമയത്ത് മണിപ്പൂരിനെ കുറിച്ച് പറയണമായിരുന്നു, അവിടെ നീതി ഉറപ്പാക്കണമായിരുന്നു. ഇക്കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഇനിയും പറയും, അതിലൊരു മാറ്റവും ഇല്ല എന്ന്. അപ്പോൾ അത് ക്രൈസ്തവ പുരോഹിതരെ അദ്ദേഹം വീണ്ടും ഓർമ്മപ്പെടുത്തുക തന്നെയാണല്ലോ. അദ്ദേഹം പറഞ്ഞ ബേസിക് കാര്യവും അത് തന്നെയായിരുന്നുവല്ലോ ആ പ്രസംഗത്തിൽ. അവിടെ മുന്തിരിവാറ്റും കേക്കും രോമാഞ്ചവും കടന്നു വന്നു എന്നതല്ലേ ഉള്ളൂ. അത് അദ്ദേഹം തിരുത്തുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാതലായ കാര്യം അവിടെ നിൽക്കുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുകയാണ്. അല്ല, അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ മുഴുവൻ ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹം ഏറ്റവും അവസാനം അഭിമന്യ കർദിനാൾ തിരുമേനി ക്ലീമിസ് പിതാവ് പറഞ്ഞതനുസരിച്ച് നിർവ്യാജമായിട്ട് അല്ലെങ്കിൽ കൃത്യമായി ഖേദം പ്രകടിപ്പിച്ച് പറയുന്നുണ്ട്. അപ്പം അദ്ദേഹം പിന്നെ പറയുന്നത് ഒരു ന്യായീകരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നമുക്കൊക്കെ എല്ലാ മനുഷ്യർക്കും സ്വാഭാവികമായിട്ട് അല്പം ഈഗോ പ്രശ്നം വരുമല്ലോ. നമ്മളൊരു കാര്യം പറയുന്നത് അപ്പാടെ പിൻവലിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ളതാണ് മാനുഷികമായിട്ടുള്ളത്. ആ ഒരു പ്രശ്നമാണ് ഞാൻ അതിൽ കാണുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഈ അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറഞ്ഞു, ആരോ പത്രപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഈ മണിപ്പൂർ വിഷയങ്ങള് ഇന്ത്യയിലെ ക്രൈസ്തവര് മതമേലധ്യക്ഷന്മാര് പ്രധാനമന്ത്രിയോട് നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെനിക്കറിയാം, ഞാനത് സമ്മതിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ പോയിന്റ് ഈ മണിപ്പൂർ വിഷയം ഈ മീറ്റിംഗിൽ പറയണമായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ്. അതിനെ നമ്മൾ മാനിക്കണം. കാരണം നമുക്ക് വ്യക്തിപരമായ അഭിപ്രായങ്ങളുണ്ടല്ലോ. നമ്മൾ ഒരാളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നില്ല. ആ ആളുടെ തെറ്റുപറ്റുന്ന തിരുത്തണമെന്നാണ് നമ്മൾ പറഞ്ഞത്. അദ്ദേഹം തിരുത്തിയതിൽ സന്തോഷമുണ്ട്. പക്ഷെ നമ്മൾ ഒരു കാര്യം കൂടെ ചിന്തിക്കണം. നമ്മൾ ഒരാള് ഒരു കല്യാണത്തിന്, ഒരു വിവാഹത്തിന് ക്ഷണിക്കുക. ആ വിവാഹത്തിന് ക്ഷണിക്കുന്ന സമയത്ത് അവിടുത്തെ വിവാഹ സന്തോഷത്തിന്റെ സമയത്ത് നമ്മൾ മറ്റു വിഷയങ്ങളാണോ അവിടെ പറയുന്നത്? അതിന്റെ സമയം, വിവാഹത്തിന്റെ സമയം വിവാഹ ആഘോഷങ്ങളുടേതാണ് എന്ന് പറഞ്ഞതുപോലെ ഈ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ക്രൈസ്തവരുടെ പ്രധാനപ്പെട്ട ഒരു ആഘോഷ സമയത്ത് ക്രൈസ്തവ മേലധ്യക്ഷന്മാരെയും നേതാക്കന്മാരെയും വിളിച്ചപ്പോൾ ആ ആഘോഷത്തിന്റെ സന്തോഷം പങ്കിടുക എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. മണിപ്പൂർ വിഷയം തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും അടിച്ചമർത്തലുകളും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് തന്നെയാണ്. അതിന് ഞങ്ങൾക്ക് 2 പക്ഷമില്ല. അത് അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ ഇത് രണ്ട് പശ്ചാത്തലമാണെന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. താങ്കൾ പറഞ്ഞു, ഫാദർ ഫിലിപ്പ് കവീൽ, കർഷകരുടെയും ക്രൈസ്തവരുടെയും പ്രശ്നങ്ങൾ അത് സമൂഹത്തിൽ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം, അതിനുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന്, അതിന് സർക്കാർ തയ്യാറാകണം എന്ന്.
ഇദ്ദേഹവും മന്ത്രി സജി ചെറിയാനും പറയുന്നത് അതോടൊപ്പമാണ്, ആ കോസിനൊപ്പം തന്നെയാണ് ഞങ്ങൾ, അതുകൊണ്ട് തന്നെയാണ് ഈ മണിപ്പൂർ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് എന്നും മറ്റ് CPM നേതാക്കളും അത് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഈ കേരളത്തിൽ അങ്ങനെ ഈ ക്രൈസ്തവ സമൂഹത്തെ അടിച്ചമർത്തുന്ന ഒരു കാര്യം നടക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നൽകിയ വിശദീകരണം താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ. അത് ഇടതുപക്ഷം കേരളം ഭരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കാത്തത് എന്ന്. അതായത് സംഘ് പരിവാറിനെ തടുക്കുവാൻ ഇടതുപക്ഷത്തിനെ കേരളത്തിൽ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ്. അതേ സമയത്ത് തന്നെയാണ് ഇപ്പോഴത്തെ കാര്യം തന്നെ എടുക്കാം. നാളെ പ്രധാനമന്ത്രി തൃശ്ശൂരിൽ വരുന്ന ഒരു സമയമാണ്. പ്രധാനമന്ത്രിയുടെ വരവിൻ്റെ ഉദ്ദേശ്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹത്തോട് BJPയെ കൂടുതൽ അടുപ്പിക്കുക, അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തെ BJPയിലേക്ക് ആകർഷിക്കുക എന്നതുകൂടിയാണ്. അത് BJP ദേശീയ നേതാക്കളുടെ സന്ദർശന വേളയിൽ എപ്പോഴും ഉണ്ടാകാറുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അതൊരു രാഷ്ട്രീയ വിഷയമായി കൂടി മാറുകയാണ്. അവിടെയാണ് ക്രൈസ്തവരോടുള്ള ഒരു ഉപദേശ രൂപേണ ഈ മന്ത്രി പറയുന്നത്, സംഘ് പരിവാറിനെ തടഞ്ഞു നിർത്തുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് ഇടതുപക്ഷമാണെന്ന്. മനസ്സിലായി. അപ്പൊ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ള കാര്യം, പ്രധാനമന്ത്രി നാളെ തൃശ്ശൂർ വരുമ്പോൾ ഞങ്ങളെ അങ്ങനെയെങ്കിലും ക്ഷണിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ പറയാൻ സാധിക്കും. ഞാൻ പറയുന്നത് കേൾക്കാം ഫാദർ, പറഞ്ഞോളൂ. പ്രധാനമന്ത്രി ഞങ്ങളെ നാളെ ക്ഷണിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ കണ്ടുമുട്ടലിൽ ഞങ്ങൾക്ക് ന്യൂനപക്ഷങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായും വ്യക്തമായും പറയാൻ സാധിക്കും. ആരെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ആദ്യം പറഞ്ഞ കാര്യം, മന്ത്രി സജി ചെറിയാനും പറഞ്ഞ കാര്യം, ഇടതുപക്ഷത്തിന്റെ ഭരണത്തില് ഈ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ഇടതുപക്ഷ സർക്കാർ തന്നെ ചെയ്ത ഒരു നല്ല കാര്യമാണ് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പൊതുസമൂഹത്തിൽ അവരനുഭവിക്കുന്ന അവശതകളെ കുറിച്ച് കൃത്യമായി പഠിക്കുവാൻ വേണ്ടി JB കോശി കമ്മീഷനെ നിയമിച്ചത്. ഈ JB കോശി കമ്മീഷനെ നിയമിച്ചതിന്റെ അർത്ഥം ഈ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ പ്രശ്നമുണ്ട് എന്നുള്ളതല്ലേ? അത് രാഷ്ട്രീയമായ പ്രശ്നമാണെന്ന് ഞാൻ പറയുന്നില്ല. അവരുടെ സാമൂഹികമായ പ്രശ്നങ്ങളുണ്ട്, അവരുടെ പിന്നോക്കാവസ്ഥയുണ്ട്, മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർ എന്നുള്ള പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ JB കോശി കമ്മീഷനെ ഇവിടെ നിയമിച്ചതും ആ കമ്മീഷൻ വളരെ വിശദമായിട്ട് സിറ്റിങ്ങുകൾ നടത്തി ക്രൈസ്തവരിൽ നിന്നും അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് വളരെ വിശദമായി പഠിക്കുകയും ചെയ്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചത്. ഒരു പ്രശ്നം ഇല്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് ആവശ്യപ്പെടേണ്ട കാര്യം ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് വിവിധ തലങ്ങളിൽ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്, അതിന് പരിഹരിക്കപ്പെടേണ്ടതുമാണ്. അതിനുള്ള നിർദ്ദേശങ്ങൾ ഈ ഗവൺമെന്റ് നിശ്ചയിച്ച കമ്മീഷൻ സമർപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ആവശ്യം, ഈ ക്രൈസ്തവരോട് ഇത്ര സ്നേഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ ആ റിപ്പോർട്ട് കൃത്യമായി പുറത്തുവിട്ട് അതിലെ ഓരോ കാര്യങ്ങളും പരിശോധിച്ച് ഗവൺമെന്റ് അതിന് സത്വര നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ന്യൂനപക്ഷ സ്നേഹം ആത്മാർത്ഥമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യം, ഫക്രുദ്ദീൻ താങ്കളിലേക്ക് വരാം, ഇപ്പോൾ ഫാദറിനെ കിട്ടിയത് കൊണ്ടാണ്. ഫാദർ, മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സജി ചെറിയാൻ ഈ വിശദീകരണത്തിൽ അദ്ദേഹം ഒരു വലിയ വിശദീകരണ കുറിപ്പാണ് തയ്യാറാക്കിക്കൊണ്ട് വന്നത്. തുടക്കം മുതൽ തന്നെ അറിയാമായിരുന്നു അദ്ദേഹം ഈ കേക്കും മുന്തിരിവാറ്റും രോമാഞ്ചവും ഇത് ഞാൻ തിരുത്തുന്നു എന്ന് പറയുകയേ ഉള്ളൂ, ബാക്കിയെല്ലാം അദ്ദേഹം ഈ എഴുതി തയ്യാറാക്കിക്കൊണ്ട് വന്ന കുറിപ്പ് വായിക്കുകയുള്ളൂ എന്ന്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഒരു വിഭാഗത്തെ അകറ്റി രണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങൾ തമ്മിലുള്ള ക്രൈസ്തവരും മുസ്ലിങ്ങളും ഇവർ തമ്മിലൊരു ഭിന്നത ഉണ്ടാക്കിക്കൊണ്ട് സംഘ് പരിവാർ ഒരു ശ്രമം നടത്തുകയാണ്. അവരുടെ പക്ഷത്തേക്ക് ഒരു വോട്ട് ബാങ്ക് കൂടി കൊണ്ടുവരിക എന്നുള്ളത് അത് ക്രൈസ്തവ സമൂഹത്തെയാണ്. ആ തിരിച്ചറിവുണ്ടാവണം എന്നുള്ള ഒരു ഉപദേശം കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. അതിനെ ഞങ്ങൾ സമ്മതിക്കുകയില്ല, ഇടതുപക്ഷം സമ്മതിക്കുകയില്ല എന്ന് അദ്ദേഹം ഊന്നി പറയുകയാണ് ഉണ്ടായത്. അതിനുള്ള മറുപടി? അതെ, ഞാനത് കേൾക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത്. പിന്നെ എനിക്ക് അദ്ദേഹത്തിന്റെ ഈ വിശദീകരണം കേട്ടപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കാം ഫാദർ, പറഞ്ഞോളൂ. ആ വിശദീകരണം കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് അദ്ദേഹം ഈ പ്രസ്താവന പിൻവലിക്കുവാൻ നിർബന്ധിതനായി പിൻവലിച്ചതാണ് എന്നുള്ളതാണ്. കാരണം ഇത്ര ശക്തമായ ഒരു പ്രതികരണം ക്രൈസ്തവ ലോകത്തു നിന്ന് വരുമെന്ന് ഒരുപക്ഷെ അദ്ദേഹം ധരിച്ചിരിക്കുകയില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ ധരിച്ചിരിക്കുകയില്ല. പക്ഷെ ക്രൈസ്തവരെ ഇന്ന് അണമുട്ടിയ പാമ്പ് കടിക്കും എന്ന് പറഞ്ഞ സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്.
അതായത് പൊറുതി മുട്ടിയിട്ടാണ് ക്രൈസ്തവർ ഇപ്പൊ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. എല്ലാ രംഗങ്ങളിലും ക്രൈസ്തവരെ വളരെ സൈഡാക്കാമെന്നും അവഗണിക്കാമെന്നും ഒരു ധാരണ ഇത്രയും നാളും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, ഞാൻ ആരെയും പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ല, നടത്തിക്കൊണ്ടു പോരുകയാണ്. അതിനൊരു മാറ്റം ഈ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയിലൂടെ ക്രൈസ്തവരെ ഒരു ചരടിൽ കോർത്തു നിർത്തുവാൻ ഇന്ന് ഇവിടെ സാധിക്കുമെന്ന് സമീപകാല പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാകും. അതുകൊണ്ട് ഇനി അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് ആ പരിപ്പിന് വേഗിയല്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്കും നല്ലതാണ്. അല്ല, ഈ സജി ചെറിയാൻ മന്ത്രി പറഞ്ഞ ഈ കാര്യമുണ്ടല്ലോ, ന്യൂനപക്ഷങ്ങളെ തമ്മിൽ അടുപ്പിക്കുക, അങ്ങനെ അല്ലല്ല, ന്യൂനപക്ഷങ്ങളെ തമ്മിൽ വേർപെടുത്തുക, തമ്മിലടിപ്പിക്കുക, ഈ ഒരു ലക്ഷ്യം സംഘപരിവാറിനുണ്ട്. അത് നിങ്ങൾ അതിൽ വീഴരുത്, ആ ട്രാപ്പിൽ വീഴരുത്. ഈ ഒരു ഉപദേശവും മന്ത്രി നൽകുകയാണ് ഫാദർ. മന്ത്രിയുടെ ഉപദേശത്തിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. പക്ഷേ ഞങ്ങൾ സാമാന്യ ബുദ്ധിയുള്ള ആളുകളാണ്. ആരാണ് ഞങ്ങളെ അകറ്റുന്നത്, ആരാണ് ഞങ്ങളെ അവഗണിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് ഇതിനോട് സാധിച്ചിട്ടുണ്ട്. അത് നമ്മൾ വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ പോരാ, പ്രവൃത്തികളിൽ കാണണം. നിങ്ങൾ ന്യൂനപക്ഷങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ കാര്യം വരുമ്പോൾ, അവരുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെവിക്കൊള്ളാൻ സന്നദ്ധതയുണ്ടോ എന്ന് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. ഇനി ന്യൂനപക്ഷങ്ങളെ തമ്മിൽ വേർപെടുത്തുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് അതിനെ ഭയപ്പെടുന്നത്? എന്തിനാണ് ഈ ന്യൂനപക്ഷങ്ങളെ തമ്മിലടിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് ക്രൈസ്തവര് മാറിപ്പോകുന്നതിൽ നിങ്ങൾ ഭയപ്പെടുന്നത്?